സമീപകാലത്ത് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ 2 പുതിയ വ്യോമ പ്രതിരോധ മിസൈലുകളുടെ പരീക്ഷണം നേരിട്ട് നിരീക്ഷിച്ചത് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ദക്ഷിണ കൊറിയയും അമേരിക്കയും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നതിനിടെയുള്ള ഈ നീക്കം മേഖലയിലെ പിരിമുറുക്കം വർദ്ധിപ്പിക്കുക മാത്രമല്ല, കിം ഭരണകൂടത്തിന്റെ പ്രതിരോധ നയങ്ങളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ വ്യക്തമായ സൂചനയും നൽകുന്നുണ്ട്. ഈ മിസൈൽ പരീക്ഷണം ഉത്തര കൊറിയയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള കിം ജോങ് ഉന്നിന്റെ പ്രതിബദ്ധതയാണ് സൂചിപ്പിക്കുന്നത്. ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ തുടങ്ങിയ വ്യോമ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ ഈ മിസൈലുകൾക്ക് കഴിയുമെന്ന് ഉത്തര കൊറിയയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA റിപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഈ പരീക്ഷണം നടന്നത് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് ജപ്പാൻ സന്ദർശിക്കുന്ന സമയത്തായിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ആണവ ഭീഷണികൾ ഉൾപ്പെടെയുള്ള പൊതുവായ വെല്ലുവിളികളെ നേരിടാൻ അമേരിക്കയുമായുള്ള ത്രികക്ഷി പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്നും ഈ കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും പ്രതിജ്ഞയെടുത്തിരുന്നു. ഇതിനോടുള്ള ഒരു നേരിട്ടുള്ള മറുപടിയായിട്ടാണ് ഉത്തര കൊറിയയുടെ ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. ഇത് മേഖലയിലെ സംഘർഷങ്ങൾ കൂടുതൽ വഷളാക്കാനുള്ള സാധ്യതയുമുണ്ട്. മിസൈൽ പരീക്ഷണങ്ങൾക്ക് പിന്നാലെ കിം ഭരണകൂടം റഷ്യയുമായുള്ള തങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാക്കുകയാണ്. അമേരിക്ക എതിർക്കുന്ന രാജ്യങ്ങളുമായി സഹകരിക്കുക എന്ന തങ്ങളുടെ വിദേശ നയത്തിന്റെ ഭാഗമായി റഷ്യയ്ക്ക് മുൻഗണന നൽകുന്നത് തുടരുമെന്നും ഉത്തര കൊറിയ വ്യക്തമാക്കി. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് സഹായം നൽകിയ ഉത്തര കൊറിയൻ സൈനികരെ കിം അടുത്തിടെ ആദരിച്ചത് ഈ ബന്ധത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്നും വ്യക്തമാക്കുന്നു. ദക്ഷിണ കൊറിയൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അനുസരിച്ച് യുദ്ധത്തിനായി ആയിരക്കണക്കിന് സൈനികരെയും പീരങ്കികളും ബാലിസ്റ്റിക് മിസൈലുകളും ഉൾപ്പെടെയുള്ള വലിയ ആയുധങ്ങളും ഉത്തര കൊറിയ റഷ്യയ്ക്ക് നൽകിയിട്ടുണ്ട്. ഈ സഹകരണം കിമിന്റെ ആണവായുധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ റഷ്യയിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന ആശങ്കകൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ്. ഉത്തര കൊറിയയുടെ പഴകിയ വ്യോമ റഡാർ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ റഷ്യ സാങ്കേതിക വിദ്യ നൽകിയേക്കാമെന്ന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ഈ സൈനിക സാങ്കേതിക കൈമാറ്റം ഉത്തര കൊറിയയുടെ പ്രതിരോധ ശേഷിയിൽ ഒരു വലിയ മാറ്റം വരുത്താനുള്ള സാധ്യതയുമുണ്ട്. റഷ്യയുമായുള്ള ഈ വർദ്ധിച്ചു വരുന്ന സഹകരണം ഉത്തര കൊറിയയെ ആണവ നിരായുധീകരണത്തിന് പ്രേരിപ്പിക്കാനുള്ള അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും ദീർഘകാല ശ്രമങ്ങൾക്ക് കടുത്ത തിരിച്ചടിയാണ് നൽകുന്നത്. ഈ സഹകരണം കാരണം ഉത്തര കൊറിയ ആണവ മിസൈൽ പദ്ധതികളിൽ നിന്ന് പിന്തിരിയുമെന്ന് പ്രതീക്ഷിച്ച് അമേരിക്കയുമായി നടത്തിവന്ന ചർച്ചകൾക്ക് സാധ്യത കുറവാണ്. കിം ഭരണകൂടം ഈ നീക്കങ്ങളിലൂടെ രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. ആണവ നിരായുധീകരണ വിഷയങ്ങളിൽ സ്വന്തം നിലപാടുകൾ ഉറപ്പിച്ചു നിൽക്കുകയും റഷ്യയുമായി തന്ത്രപരമായി സൈനിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന കിം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉത്തര കൊറിയയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നു. ഇത് മേഖലയിൽ ഒരു പുതിയ ശക്തി സന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ സഹായിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്.